ദശകം 14 ശ്ലോക 6. മനുനാ ഉപഹൃതാം ചിദേവഹൂതിം തരുണീരത്നം അവാപ്യ കർദമഃ അസൗ ഭവദർച്ചന നിർവൃതഃ അപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. മനുന സ്വായംഭുവ മനു ഉപഹൃതം ആദരവാൽ നൽകപ്പെട്ട ച കൂടി ദേവഹൂതിയും ദേവഹൂതി എന്നു പേരുള്ള തരുണീരത്നം സ്ത്രീരത്നത്തെ അവാപ്യ സ്വീകരിക്കുകയും കർദമഹ ആ കർദമൻ അസൗ ആകട്ടെ ഭവദർശന ഭഗവാനിൽ മനസ്സിനെ സമർപ്പിച്ചുകൊണ്ട് നിർവൃതക വളരെ സംതൃപ്തിയോടുകൂടി അപി അപ്പോൾ തസ്യാം അവളിൽ ദൃഢമായിട്ട് ശുശ്രൂഷണയാ ശുശ്രൂഷിച്ചതു കണ്ട് ദദൗ ഭവിച്ചു പ്രസാദം പ്രസന്നനായിട്ട്. അതായത് ഈ ദശകത്തിൽ കപിലാവതാരത്തെ കുറിച്ചാണ് നമ്മൾ പരാമർശിക്കുന്നത്. ഈ ശ്ലോകത്തിൽ അങ്ങനെ ആ ശതരൂപയും സ്വായംഭുവ മനുവും തൻ്റെ മകളായ ദേവഹൂതിയെ ആ കർദമന് നാരദ മഹർഷിയുടെ ഉപദേശത്തെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ അടുത്തേക്ക് വരികയും ആ ഒരു ആദരവാൽ സ്വായംഭുവ മനുവിനോടുള്ള ആദരവ് നൽകപ്പെട്ടുകൊണ്ട് ദേവഹൂതി എന്ന ആ സ്ത്രീ രത്നത്തെ കർദമൻ മനസ്സുകൊണ്ട് സ്വീകരിക്കുകയും അങ്ങനെ ഭഗവാനിൽ എല്ലാവിധ സമർപ്പണ ബോധത്തോടു കൂടി ആ വളരെ സംതൃപ്തിയായി ആരുടെ അടുത്ത് ആ ദേവഹൂതി ദൃഢമായി ശുശ്രൂഷിച്ചത് കൊണ്ട് ആ കപില മുനി വളരെ പ്രസന്നനായി ഭവിക്കുകയും ചെയ്തു. മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. താങ്ക് യു.